നീ ഇങ്ങനെ പിണങ്ങി നിൽക്കുക, നീ കൊച്ചും കൂടി എൻ്റെ വീട്ടിലോട്ട് വാ. ഞാൻ വരണില്ല. എനിക്കും എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് കാര്യം നിങ്ങളടുത്ത് വാങ്ങിത്തരാൻ പറഞ്ഞപ്പം നിങ്ങൾക്ക് പറ്റൂല അല്ലേ? ഇങ്ങനെ ഒരു പിശുക്കൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. എടി, അത് അത്യാവശ്യം നല്ല വിലയുള്ളതല്ലേ, അതെങ്ങനെ പെട്ടെന്ന് വാങ്ങാൻ പറ്റും? അതിനല്ലേ EMI ഉള്ളത്. നിനക്കറിയില്ല ഞാൻ EMIക്ക് ഒരു സാധനം വാങ്ങൂല എന്നുള്ള കാര്യം. EMIക്ക് ടെൻഷൻ പിടിച്ച കാര്യമാണ്. ലൈഫിൽ ഒരുപാട് ടെൻഷനുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഈ ടെൻഷൻ കൂടെ എടുത്ത് വയ്ക്കാൻ വയ്യ. ഞാൻ വാങ്ങണമെങ്കിൽ റെഡി ക്യാഷിനെ വാങ്ങുള്ളൂ. ലൈഫിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ റിസ്ക് എടുക്കാം. ആ റിസ്ക് എടുത്ത് തന്നെയാണ് നിന്നെ കെട്ടിയത്. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങി വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, എന്നിട്ട് ഞാനും കൊച്ചും വന്നോളാം. ആ ഉബൈദൊക്കെ എവിടെ പോയി കിടക്കണ്ട? അല്ലെങ്കിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ഫ്രണ്ടിൽ അവന് പ്രത്യക്ഷപ്പെടാൻ വയ്യല്ലോ. 200-ന്റെ കെട്ടോ 500-ന്റെ കെട്ടോ എത്ര വേണമെങ്കിലും എണ്ണി എടുക്കാം. പടച്ചോനെ ഉബൈദ് പേടിയ പള്ളി കാലിച്ചിട്ട്. നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, മൈജിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. 700 30 സെക്കൻഡ് പറഞ്ഞ് വാഴയ്ക്കേണ്ട, എല്ലാം അറിയാം. ടൈം സ്റ്റാർട്ട് നൗ മാത്രം പറഞ്ഞാൽ മതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം അപ്പ്. ഒരു നോട്ടെങ്കിലും ബാക്കി വെച്ചല്ലേ. എത്ര നോട്ടുണ്ട് ബ്രോ? 149, 74,500 രൂപ. ബ്രോ ഇവിടെ വർക്ക് ചെയ്യണ? ഞാൻ ബാങ്കിൽ കാഷ്യർ. ഭാര്യയുടെ ചെറിയ കലിപ്പിലായിരുന്നു, അവർക്ക് AC വേണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ EMIക്ക് ഒരു സാധനം വാങ്ങൂല, റെഡി ക്യാഷിന് വാങ്ങണമെന്ന് വിചാരിച്ചാൽ കറക്റ്റ് സമയത്ത് ബ്രോ വന്നത്. ബ്രോ താങ്ക് യു കേട്ടാ. പറഞ്ഞ ഇനി ഇടയ്ക്ക്. ഓ ഹലോ അളിയ ഉബൈദ് തമ്പാനൂർ വന്നേക്ക്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാലും. എടാ എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല, ഞാൻ ഒരു ആവശ്യമായിട്ട് മൈജിയിലിരിക്കുന്നു. എന്നാ കുഴപ്പമില്ല അളിയ. ആ ഉബൈദ് നമ്മുടെ തമ്പാനൂർ നിൽക്കണമെന്ന്. എടാ അവൻ്റെ ഒന്നും പൈസ ഒന്നും വാങ്ങല്ലേ അളിയാ, അതൊക്കെ അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടട്ടെ. നിനക്കെങ്ങനെ പറയാം, നീ ബാങ്കിലെ ക്യാഷ്യർ, ഇതിൽ പൈസയുണ്ട്. നമ്മളെ കാര്യം അങ്ങനെയല്ല. ആ ഉബൈദൊക്കെ എന്തെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ ഫോണിന്റെ ലോൺ അടച്ച് ക്ലോസ് ചെയ്യാറ്. അവ എവിടെ വന്നിരിക്കണമെന്ന്? തമ്പാനൂര്. 500-ന്റെ കെട്ടോ 200-ന്റെ കെട്ടോ ഏത് വേണമെങ്കിലും എണ്ണ. ഉബൈദല്ലേ, നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട്, മൈജിയെ ഫോളോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ല. രാവിലത്തെ ബാങ്കിലെ ക്യാഷ്യർ ഞാനല്ല. അയ്യേ, നിങ്ങളെന്താട്ടെ ഈ കൊല്ലത്തില്? തിന്നും പിള്ളക്കന്നല്ലേ കൊതി. എടാ ഇതും കൂടി ഒന്ന് എണ്ണി കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങാം. ഒന്ന് പോട്ടെ, ഒരാൾക്ക് ഒരു വട്ടം എണ്ണാൻ പറ്റുള്ളൂ. എടാ എന്റെ പൊന്നു ഉബൈദ, നിന്നെ അൺഫോളോ ചെയ്യേ. കുഴപ്പമില്ലാട്ടാ. ഉബൈദ നില്ലടാ. ഡേ ഒന്ന് പോട്ടെ. ചക്കര നില്ലേ. എടാ 1 മിനിറ്റ് വെയിറ്റ്, എന്റെ വലിയ വിളിച്ചിട്ട് അങ്ങനെ ഫോളോ ആയിട്ടുണ്ടെന്നില്ല. വേണ്ടെന്ന്.